വെളിപ്പാട് അധ്യായം 15. ഞാൻ വലുതും അത്ഭുതകരവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. 7 ബാധകൾ വഹിക്കുന്ന 7 ദൂതന്മാരെ തന്നെ. ആ ബാധകളോടുകൂടെ ദൈവക്രോധം അവസാനിക്കുന്നതിനാൽ അവ അന്തിമ ബാധകളത്രേ. പിന്നെ തീ കലർന്ന സ്ഫടിക സമുദ്രം പോലെ ഒന്ന് ഞാൻ കണ്ടു. അതിന്റെ തീരത്ത് മൃഗം, പ്രതിമ, അതിന്റെ സംഖ്യ എന്നിവയുടെ മേൽ ജയം നേടിയവർ നിൽക്കുന്നതും കണ്ടു. ദൈവത്തിന്റെ വീണകൾ പിടിച്ചു. ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് അവർ ദൈവദാസനായ മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ട് ഇപ്രകാരം പാടി: സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹത്വവും വിസ്മയകരവുമാകുന്നു. വിശുദ്ധന്മാരുടെ രാജാവേ, അങ്ങയുടെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവേ, ആരങ്ങയെ ഭയപ്പെടാതെയും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താതെയും ഇരിക്കും? അവിടുന്ന് മാത്രം പരിശുദ്ധനാകുന്നു. അവിടുത്തെ നീതി പ്രവൃത്തികൾ വെളിപ്പെട്ടിരിക്കയാൽ സകല ജനതകളും വന്ന് അവിടുത്തെ സന്നിധിയിൽ ആരാധിക്കും. ഇതിനുശേഷം സ്വർഗത്തിലുള്ള സാക്ഷ്യകൂടാരമാകുന്ന വിശുദ്ധ മന്ദിരം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അന്തിമ ബാധകൾ 7 പിടിച്ചുകൊണ്ട് ദൂതന്മാർ 7 പേരും മന്ദിരത്തിൽ നിന്ന് പുറത്തു വന്നു. അവർ ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രവും മാറത്ത് പൊൻകച്ചയും ധരിച്ചിരുന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറച്ചിരിക്കുന്ന 7 പൊൻകലശങ്ങൾ 7 ദൂതന്മാർക്കും കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും നിമിത്തം മന്ദിരം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ 7 ബാധകൾ കഴിയുന്നതുവരെ മന്ദിരത്തിൽ പ്രവേശിക്കാൻ ആർക്കും കഴിഞ്ഞില്ല.